വല പോലെയുള്ള ഡ്രസ്സൊക്കെ തിരഞ്ഞെടുത്ത് ഇട്ടുകൊണ്ട് അത് കാണാൻ വായും പൊളിച്ച് ഉമ്മിനീരും ഫോണിന്റെ ഡിസ്പ്ലേയിൽ വീഴ്ത്തി കുറെ എണ്ണങ്ങൾ ഇങ്ങനെ ഇരിക്കും. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അപ്പോ ഞാന് രേണുസുധിന്റെ വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ എന്നാണല്ലോ പരാതി. വേറെ ആരതും ഞാൻ പറയുന്നില്ല. പിന്നെ രേണുസുധിന്റെ മാത്രമേ വീഡിയോ ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? നിങ്ങൾ എന്തിനാണ് അവരെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്നത്? അവര് പാവാട കെട്ട് അയക്കുക ചെയ്തോട്ടെ, നിങ്ങൾ അതിന് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ എണ്ണം തല തല്ലി കരയുന്നുണ്ട്. ഫേസ്ബുക്കിലും യൂട്യൂബിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഞാൻ അത് മാത്രമല്ല എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയും. അപ്പോ ഈ ഒരു വീഡിയോ കണ്ടുനോക്കാം. ഇത് രേണുസുധി അല്ല. ഇതിന്റെ റിയാക്ഷന് ഞാനിപ്പോ ഈ പറയുന്നുണ്ടെങ്കിലും അതും സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം. കാരണം അത് കണ്ട് ആസ്വദിച്ചിട്ട് സ്മൃതി അടയുന്ന ആൾക്കാരുണ്ടാവും, നിർവൃതി അടയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പം അതൊരു തടസ്സമായി തോന്നും. അപ്പൊ അവര് അതിനു വേണ്ടിയിട്ട് ഇനി പോർവിളി നടത്താനും അതുപോലെ തന്നെ സമരം നടത്താനും ഒക്കെ പുറത്തേക്ക് ഇറങ്ങാനും ജയ് ജയ് വിളിക്കാനൊക്കെ തയ്യാറാവും. അത് വേറെ ഒരു കാര്യം. അപ്പൊ എന്തായാലും വേണ്ടില്ല, ഈ വീഡിയോ ഒന്ന് കണ്ടോക്കി. എന്നിട്ട് ഇതിന്റെ ഇതും ഇങ്ങനെ തന്നെ അതൊന്നും കുഴപ്പമില്ല എന്ന് നിങ്ങൾ പറയും, അത് ഉറപ്പാണ്. എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട്. ഓക്കെ, ആ സ്റ്റൈല്, വാവ്. നാം മറക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെയൊന്നുമില്ല. എന്താ വെച്ചാല് പാവാണ്, ശ്രദ്ധിക്കുന്നുണ്ട്. ആ രണ്ട് സാധനം അവിടെ ഇല്ലെങ്കിൽ ശരിക്ക് കഴുത്തറ്റം ബട്ടൺ സൂട്ട്, പിന്നെ ഫുൾ സ്ലീവ് ഇട്ട് കയ്യും കെട്ടിയിട്ട് നല്ല ലെവലിലായിട്ട് നടക്കുക. അതല്ലെങ്കിൽ ഇതേപോലുള്ള നല്ല വസ്ത്രം ഫുള്ളായിട്ട് മറച്ചിട്ട് ആ രീതിക്കായിട്ട് നടക്കുക. കാരണം അതിൻ്റെ ഉള്ളിലൊന്നും കാണിക്കാനുള്ളതില്ലല്ലോ. പുറത്തേക്ക് കാണിക്കാനും അല്ല വൈറലാവാനും അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കാനും. ഇതിന്റെ ബാക്കിലുള്ള ഉദ്ദേശം ഇപ്പൊ ഇതൊക്കെ തന്നെയല്ലേ, വൈറലാവുക, നമുക്ക് എന്താ പൈസ സമ്പാദിക്കുക, അതൊക്കെ തന്നെയല്ലേ ആവശ്യം. സോഷ്യൽ മീഡിയ ഏതായാലും ശരി, റീച്ച് കിട്ടുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഇതിലുള്ളൂ, അല്ലാതൊന്നല്ലല്ലോ. അപ്പം ആ രണ്ട് സാധനം പടച്ചോൻ അതിന് കൊടുത്തത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ളതാണെന്ന് അതിന് ബുദ്ധിയുണ്ട്, മനസ്സിലായി. നമുക്കാർക്കും അത്ര ബുദ്ധി ഉണ്ടായില്ല, മനസ്സിലായില്ല. അതാണ് സംഭവം. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വെറുതെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വീട്ടില് കാറുണ്ട്, ബൈക്ക് ഉണ്ട്, AC ഉണ്ട്, ബംഗ്ലാവും ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. പക്ഷെ എന്താ, ഒരു 4 മീറ്റർ തുണി ചുറ്റി അടിച്ചിട്ട് മറയ്ക്കാനുള്ള പാക ഇല്ല. ഇതൊരു ഡിസൈനർ ചെയ്യുന്ന തന്നെയാണ്. സ്റ്റിച്ച് ചെയ്യണ്ടെന്നുള്ളൂ ഡിസൈനറുടെ ഭാഗ്യം. ഏതായാലും ആ ഡിസൈനർ പൊളിച്ച്. ഇതൊക്കെയാണ് ഡിസൈൻ, വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആണ് ഇവർ പറയുന്നത്. ഇത് വസ്ത്രം ഇല്ലാതെ ഞങ്ങൾക്ക് പോവാനുള്ള സ്വാതന്ത്ര്യം ഇനിയും ഓപ്പൺ ചെയ്യാൻ ഞങ്ങൾക്കൊരു പെർമിഷൻ തരൂ എന്നാണ് പറയുന്നത്. അതിന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് ബാക്കിലുണ്ട്. എന്താന്നല്ലേ, ഒരു കാശിന് എവിടെയാണ് എങ്ങനെയാണ് കാണാൻ പറ്റുക എന്നുള്ളത് തിക്കും തിരക്കില് തൂണിക്കണം നമ്മളുടെ സഹോദരന്മാരൊക്കെ. ഓർക്കെന്ന് വെച്ചാല് എവിടെയാണ് ഒരു പീസ് ഒളിഞ്ഞു കിടക്കുന്നത് അവിടെ പോയിട്ട് അവര് നിൽക്കും. എത്ര മണിക്കൂർ വേണമെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കും. അത് കേരളത്തിന് പ്രത്യേകിച്ച് കേരളത്തിന്റെ പ്രത്യേകതയാണ്. പുറത്തൊന്നും അത്ര ശ്രദ്ധിക്കൂല. പുറത്തുനിന്ന് തന്നെ ഇത് എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും ഇഷ്ടം പോലെ.
പിന്നെന്താണ് കൊറിയൻസ്, പിന്നെ അതുപോലത്തെ പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അവരൊക്കെ ആദ്യം തൊട്ടേ ഇങ്ങനെയാണ് നടക്കുന്നത്. പക്ഷെ ഇങ്ങനല്ല, ചെറിയ സ്കർട്ട്, ജാക്കറ്റ്, അതുപോലെ ചെറിയ ടോപ്പുകള്, സ്ലീവ്ലെസ് ഡ്രസ്സ്, ബ്ലൗസ് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടൊക്കെ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊക്കെ അങ്ങനെ നോക്കി പോയിട്ടുണ്ട്. ഈ അത്ഭുതം കൊണ്ടാണ് ഈ സ്ത്രീക്ക് ഇങ്ങനെ ഒരു നാണല്ലേ എന്നുള്ള കാരണം വെച്ചാൽ നമ്മൾ പോകുന്ന കാലഘട്ടം, നമ്മളെ സാഹചര്യം, നമ്മൾ വളർന്നിട്ടുള്ള ഘട്ടങ്ങളൊക്കെ അതിനനുസരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതങ്ങനെ നോക്കി പോകുന്നത്. എന്താ ആൾക്കാരൊക്കെ കാണൂലേ, ഇവിടെ പിടിക്കൂലേ, ഇവിടെ ചീത്ത പറയില്ലേ, തൊട്ട് നോക്കൂലേ, അയ്യേ ഇവർക്ക് നാണല്ലേ എത്രയും കാണിച്ചു കൊടുക്കണേ, അയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ അത്ഭുതത്തിലാണ് നോക്കുക. ഹസ്ബൻഡൊക്കെ ഇങ്ങനെ പറയായിരുന്നു, അതൊന്നും നോക്കണ്ട, അത് ആരും മെയിൻ ചെയ്യില്ല, അങ്ങോട്ട് നോക്കേ ഇല്ല, അതുകൊണ്ട് ആരും മെയിൻ ചെയ്യില്ല. കാരണം അത് ഓപ്പൺ അങ്ങനെയുള്ള ഒരു ഇതാണ്. മുംബൈ ആയാലും ഗുജറാത്ത് ആയാലും എല്ലായിടത്തും അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. പുറത്തുനിന്നൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. അവരൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കൂല, കാരണം കണ്ടു മടുത്തവരാണ് എന്നുള്ളത്. അത് വേറെ കാര്യം. ഞാൻ പറയുമ്പോഴുള്ള പ്രശ്നം, മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ലേ, കാരണം അവരതൊന്നും എടുത്ത് പറയാനും പറ്റില്ല, അവരോടൊന്നും തെറി പറയാൻ പറ്റില്ല, നല്ലപോലെ ഇങ്ങോട്ട് തിരിച്ചും കിട്ടും. ശീതൾ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ ഉണ്ട്. അവരുടെ ഒരു ചെറിയൊരു വീഡിയോ, ഞാൻ ഇവരോട് ചെയ്യുന്ന തെറ്റാണെന്ന് തോന്നി എന്റെ മനസ്സിൽ കുറ്റബോധം വന്നപ്പോ എനിക്കിങ്ങനെ പറയണ്ടെന്ന് തോന്നി. പിന്നെ എന്നോട് ചില ആൾക്കാരെ കമന്റ് ചെയ്തിട്ട് ഇങ്ങനെ പറയും, അരിഫത്ത പ്രതികരിക്കണം, ഇങ്ങനെ തന്നെ പ്രതികരിക്കണം താത്ത എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചേ, അപ്പൊ നമുക്ക് സപ്പോർട്ട് വെക്കാൻ ആൾക്കാരുണ്ട്, പ്രതികരിക്കണം, പ്രതികരിക്കും. അപ്പൊ ആ ഒരു ഇത് നമുക്കൊന്ന് കണ്ടോക്കാം, അവരെന്താ പറയുന്ന നോക്കാം. അത് പുരുഷന്മാരോട് മാത്രമാണ്. പെണ്ണുങ്ങളോട് എനിക്കിനി ഒന്നും പറയാനില്ല. അയ്യോ, ഇത് പറഞ്ഞു ഞാൻ മടുത്തു. കണ്ടമാനം സ്ത്രീകൾ ഇങ്ങനെ ലൈവുകൾ ഇപ്പോൾ ഉച്ചയ്ക്കും രാവിലെയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അടിവസ്ത്രം ഇടാതെ അവരുടെ ഉള്ളിലുള്ള ഈ ഒരു സാധനമൊക്കെ കാണത്തക്ക രീതിയിലുള്ള വസ്ത്രം ഒരുപാട് മെനക്കെട്ടാണെന്ന് തോന്നുന്നു തിരഞ്ഞെടുക്കുന്നത്. വല പോലെയുള്ള ഡ്രസ്സൊക്കെ തിരഞ്ഞെടുത്തിട്ടുകൊണ്ട് അത് കാണാൻ വായും പൊളിച്ച് ഉമ്മിനീരും ഫോണിന്റെ ഡിസ്പ്ലേയിൽ വീഴ്ത്തി കുറെ എണ്ണങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ആണുങ്ങൾ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവരുടെയൊക്കെ ലൈവിലുള്ളത്. ആവശ്യമുള്ള ഒരു കാര്യം പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ? എനിക്കിന്ന് സംസാരിക്കാനുള്ളത് പുരുഷന്മാരോട് മാത്രമാണ്. പെണ്ണുങ്ങളോട് എനിക്കിനി ഒന്നും പറയാനില്ല. പല വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞു മടുത്തു. ആദ്യം തന്നെ പറയട്ടെ, സ്ത്രീകളുടെ സ്തനങ്ങൾ അഥവാ മുലകൾ, അത് 90കളിലൊക്കെ ജനിച്ച എന്നെ പോലെയുള്ള ആളുകൾക്ക് ഒരു അമ്മിഞ്ഞ, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ഒരു അവയവം അല്ലെ. സ്ത്രീകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന സമയത്ത് വരെ അത് ആരും കാണാതെ മറച്ചു പിടിച്ച് പാല് കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ളത്. അതിനപ്പുറം എന്തെങ്കിലും ഒരു മുതലെടുപ്പിനുള്ള ഉപകരണമായിട്ടോ ഉപാധിയായിട്ടോ ഈ സ്തനങ്ങളെ ഞങ്ങൾ ആരും കണ്ടിരുന്നില്ല. വലിയ മുലകളുള്ള സ്ത്രീകൾക്ക് എളുപ്പത്തിൽ പണക്കാരാകാം എന്ന ഒരു സന്ദേശം പറയാതെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന പുതിയ തലമുറയിലും പഴയ തലമുറയിലും പെട്ട സ്ത്രീകളെ നമുക്കിന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായിട്ട് കാണാം. എന്തൊരവസ്ഥയാണിതെന്ന് ചിന്തിക്കണം. ഇത് വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യമായിട്ടാണോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? എനിക്കത് കണ്ടപ്പോൾ വസ്ത്രം ഇടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് അനുവദിക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനമായിട്ടോ അല്ലെങ്കിൽ ഉറക്കെ അതിനുവേണ്ടിയുള്ള ഒരു നിലവിളിയായിട്ടോ ഒക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു വീഡിയോയിൽ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു, ശരി, ആ ഡ്രസ്സിലുള്ള സെലക്ഷന്റെ പ്രശ്നമായിരിക്കും, ആ ഡ്രസ്സിന്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെ കരുതിയെങ്കിലും ഒരു 8-9 വീഡിയോകൾ തുടർച്ചയായിട്ട് ഞാനെടുത്ത് പരിശോധിച്ചപ്പോൾ ഈ സ്ത്രീയുടെ ജോലി ഇത് തന്നെയാണ്. മാറിടം പകുതിയിലധികവും പ്രദർശിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാതെ മുഴുവനും തുറന്നിട്ടിരിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ ഇട്ട് സ്റ്റേജിൽ നിന്ന് ചാടുക. അവർ പാടുന്നുമില്ല, എന്തൊക്കെയോ ഹൊയ് ഹൊയ് ഹൊയ്, പണ്ടത്തെ നമ്മുടെ വായ്ത്താരിയില്ലേ, വായ്ത്താരിയൊക്കെ പാടിക്കൊണ്ട് ഈ സ്റ്റേജിൽ കിടന്നുള്ള ചാട്ടം തന്നെ. ആ ചാട്ടം കാണാൻ ചുവട്ടിൽ കൂടിയിരിക്കുന്ന ആണുങ്ങൾ, അതാ ഞാൻ ആദ്യമേ പറഞ്ഞേ, ഇത് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങളൊക്കെ ഈ ഒരു വെറും നിസാരമായിട്ടുള്ള ഈ ഒരു പ്രദർശനത്തിൽ വീണു പോകുന്നവരാണല്ലോ എന്നുള്ളതാണ് ഈ ഒരു കാലത്തും 2026 ഇതൊക്കെ കണ്ട് അടിച്ചു തല്ലി വീഴാൻ കിടക്കുന്ന ആണുങ്ങൾ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നിങ്ങളെയൊക്കെ മുതലെടുക്കുകയാണ്, നിങ്ങളുടെയൊക്കെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തത്? വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തേടി നടക്കുന്നതെന്ന് കേട്ടിട്ടില്ലേ? സ്വന്തം വീട്ടിലുള്ള പെണ്ണിന്റെ സൗന്ദര്യം കാണണമെങ്കിൽ, അഴകറിയണമെങ്കിൽ അടുത്തവന്റെ ജനലിൽ കൂടെ നോക്കണമെന്ന് പറയും. വീട്ടിലിരിക്കുന്ന പെണ്ണുമ്പിള്ളെ ചെന്നൊന്ന് നോക്കിക്കുക വിശദമായിട്ട്. ഇതിനേക്കാളും എത്രയോ സുന്ദരിയായിരിക്കും അവൾ. നിങ്ങളുടെ മക്കളെ പ്രസവിച്ചവളല്ലേ, നിങ്ങളെ പ്രണയിച്ചവളല്ലേ, നിങ്ങൾക്ക് വേണ്ടി സകല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവളല്ലേ, നിങ്ങളെ മാത്രം ഓർത്തുകൊണ്ട് ജീവിക്കുന്നവളല്ലേ. അവളെ ചെന്നൊന്ന് വിശദമായിട്ട് നോക്കിക്കേ, അപ്പോൾ കാണാം ഇതിലൊന്നും കാണാത്ത സൗന്ദര്യവും ആകർഷകത്വവും. അല്ല, അപ്പൊ ശീതൾ പറഞ്ഞത് കേട്ടില്ല, വലിയ മുല ഉള്ളവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റത്രേ. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. 2026 ഇതൊന്നും മനസ്സിലാക്കാതെ ഇതൊക്കെ ഞങ്ങളെ വഞ്ചിക്കണെന്നും ഞങ്ങളെ പെടുത്തണമെന്നും ഞങ്ങളുടെ വീക്ക്നെസ്സിൽ കയറി പിടിച്ച് ഈ സ്ത്രീകൾ മുതലുണ്ടാക്കണമെന്നുള്ള ചിന്ത
നമ്മുടെ ആണുങ്ങൾക്ക് എന്താ ഇല്ലാത്ത. അതിനനുസരിച്ച് കുറച്ച് പെണ്ണുങ്ങളുണ്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഞങ്ങൾക്കുള്ളത് എന്തിനാണ്? വരുമാനം ഉണ്ടാക്കാനാണ്. അതിന് പ്രത്യേകമായിട്ട് ദൈവം ഞങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ടുള്ളതാണ്. അപ്പൊ അത് വെറുതെ എന്തിനാ വേസ്റ്റ് ആക്കേണ്ട ആവശ്യം? അതുകൊണ്ട് വരുമാനം ഉണ്ടാക്കിയാൽ എന്താന്ന്. വീഡിയോ ഇവിടെ വരെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കാം. നമ്മളിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.